സോ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 8th ക്വസ്റ്റ്യൻ. രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, കോർഡിനേറ്റ്സിന്റെ തന്നെയാണ്, കോർഡിനേറ്റ് ജിയോമെട്രി ആണ്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ. അപ്പൊ 4, 5, 8, 11 അതാണ് അടുത്ത പോയിന്റ്സ് തന്നിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 8 രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 4, 5 എന്നുള്ള കോർഡിനേറ്റ്, 8,11 എന്ന് പറയുന്നതാണ് മറ്റൊരു കോർഡിനേറ്റ്. നിങ്ങളോട് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ. സ്ലോപ്പ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എം എന്നാണ് അല്ലെ. സ്ലോപ്പ് എം ആണ്. സ്ലോപ്പ് എം ഈസ് ഇക്വൽ ടു എന്താണ്? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാം y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഓക്കെ, y2 എന്ന് പറയുമ്പോൾ 11 മൈനസ് 5 ഡിവൈഡഡ് ബൈ 8 മൈനസ് 4. സോ 11 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. 8 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 6 ഡിവൈഡ് ബൈ 4 രണ്ടുപേരും എന്താണ്? 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. എന്ത് വരും? 3/2 വരും. സോ 3/2 ആണ് എന്ത് വരും? അതിന്റെ സ്ലോപ്പ് ആയിട്ട് വരാം. ഓക്കെ, സോ എ പാർട്ട് കഴിഞ്ഞു. ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ആ ലൈനിന്റെ ഇക്വേഷൻ ഏതാണുള്ളതാണ്. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്? y മൈനസ് y1 ഈക്വൽസ് m ഇൻറ്റു എക്സ് മൈനസ് x1. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ ഓഫ് ദി ലൈൻ എഴുതുക. സോ y മൈനസ് y1, അതിൽ y നിങ്ങളൊന്നും ചെയ്യണ്ട. y1 ആയിട്ട് നിങ്ങൾക്ക് ആര് വേണം എടുക്കാം. ഒന്നിൽ എന്ത് ചെയ്യുക? ഈ 4, 5 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുക, അല്ലെങ്കിൽ 8, 11 ഇതിൽ എടുക്കുക. ഞാൻ തൽക്കാലം എന്ത് ചെയ്യാണ്? 4, 5 എന്ന് പറയുന്ന പോയിന്റാണ് റെഫറൻസ് ആയിട്ട്. ഈ പറയുന്ന പോയിന്റാണ് ഞാൻ എന്ത് ചെയ്യുക? റെഫറൻസ് ആയിട്ട് എടുക്കുക. സോ y1 എന്ന് പറയുമ്പോൾ 5 ആണ് എടുക്കുക. ഇനി സ്ലോപ്പ് നമുക്ക് ഓൾറെഡി എമ്മിന്റെ സ്ലോപ്പ് ആണ്. ദാറ്റ് ഈസ് 3/2 ഇൻറ്റു എക്സ് മൈനസ് x1 ഇറ്റ് വിൽ ബി 4. ഓക്കെ, ഇനി ജസ്റ്റ് 2 ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. 2 ഇൻറ്റു y മൈനസ് 5 ഈക്വൽസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4. ഇവിടെ 2 ഡിവിഷൻ ആയിരുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? 2 മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2 ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. എന്ത് വരും? 2y മൈനസ് 10 ഈക്വൽസ് 3x മൈനസ് 12. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യണം? ബ്രാക്കറ്റിന് പുറത്തുള്ള ആളെ അകത്തേക്ക് രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 ഇൻറ്റു y 2 ഇൻറ്റു 5 രണ്ടും ചെയ്യണം. ദെൻ എന്താണ്? നിങ്ങൾക്ക് അറിയാത്ത വേരിയബിൾസ് എക്സ് വൈ വേരിയബിൾസിന് ഒരു സൈഡിലേക്കും അതുപോലെ തന്നെ നമ്പേഴ്സിനെല്ലാം ഒരു സൈഡിലേക്കും ആക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഈ -10 ഇവിടെ നിർത്താണ്. -12 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? +12 ആവും. ദെൻ 3x ഓൾറെഡി ഇവിടെ ഉണ്ട്. 2y ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? -2y എന്നാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടത്തി. എന്ത് ചെയ്തു? ഈ -12നെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ 2y ഞാൻ എന്ത് ചെയ്തു? നേരെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ 2y എന്നുള്ളത് -2y ആയി, -12 എന്നുള്ളതായി +12y. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും? -10 + 12 എന്താണ്? 2 ആണ് അല്ലെ. ഒരാൾ വലുതും പോസിറ്റീവ് നെഗറ്റീവ് സൈൻസ് ആണ്. 12 ആണ് വലുത്. വലുതിന് ചേർന്ന് മൈനസ് ചെയ്താൽ മതി. That will be equal to 3x minus 2y. നിങ്ങൾക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്താം? 3x minus 2y equals 2 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? ഉത്തരം ഫൈനലാക്കാം. ഓക്കെ, സോ ഇത്രയാണ് ചെയ്യേണ്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏകദേശം ഒരു ഹാഫ് പേജ് ഒക്കെയാണ് ഇതിനും ഉത്തരം ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പുകൾ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡയറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ ആണ്. സോ അഗൈൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് പോവാണ്. 6th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 46. ഇറ്റ്സ് കോമൺ ഡിഫറൻസ് ഈസ് 8. അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എഴുതുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 9 6th ടേം ആണ്. x6 ആണ് എത്ര തന്നിരിക്കുന്നത്? 40. x6 എത്ര തന്നിരിക്കുന്നത്? 46 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? d ആണ്. കോമൺ ഡിഫറൻസ് എത്ര തന്നിട്ടുണ്ട്? 8 എന്നും തന്നിട്ടുണ്ട്. രണ്ട് പാർട്ടിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. എ പാർട്ട് ക്വസ്റ്റ്യനുകൾ 16th 16th ടൈം കണ്ടുപിടിക്കുക. ദെൻ അത് കണ്ട് എന്ത് ചെയ്യുക? 21st ടൈം 21ാമത്തെ ടൈമും കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ x16ഉം 21 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എ പാർട്ടില് x16 കണ്ടുപിടിക്കുക. ബി പാർട്ടിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? x21 ആണ്. നമുക്ക് എഴുതി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ x6ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 16ലേക്ക് എത്തണം. അപ്പൊ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 10 പ്രാവശ്യം അല്ലെ. x6ന്ന് 16ലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 46 + 10 × 8 എന്നാണ് വരിക. സോ 46 + 8 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 126 എന്നാണ് വരിക. ഓക്കെ, സോ എ പാർട്ട് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? x21 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ x21 കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട? വീണ്ടും x6 തുടങ്ങണ്ട. എവിടെ തുടങ്ങിയാൽ മതി? x16 തുടങ്ങിയാൽ മതി. അപ്പൊ 126ൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലെ. അതായത് x16 16ാമത്തെ ടൈമിൽ നിന്ന് 21ാമത്തെ ടൈമിലേക്ക് എത്താൻ എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം?
5 പ്രാവശ്യം എന്ത് ചെയ്യണം, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പൊ എന്താണ് 5 into 8 ആഡ് ചെയ്യണം. സോ എന്ത് വരും 126 പ്ലസ് 5 into 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് 40. സോ എന്ത് വരും 166 എന്ന് വരും. ഓക്കെ, സോ രണ്ടെണ്ണം വന്ന് 126ഉം 166 ഓൺ ടൈം വന്നത് അല്ലേ. വളരെ സിമ്പിൾ അല്ലേ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായുള്ളൂ. ഓക്കെ, അങ്ങനെ 10ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾറെഡി എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഇതിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടല്ലേ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് 4 ചെയ്താൽ മതി. നമ്മൾ 1 2 3 4 ചെയ്തു. ഇപ്പൊ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനൊക്കെ എക്സ്ട്രാ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം എന്നുള്ള എന്ത് ചെയ്യണം, നിങ്ങൾ റൗണ്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ എക്സാമിന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് ഇതുപോലെ ഓവർ ക്വസ്റ്റ്യൻ ചെയ്ത് പോകരുത്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നിങ്ങൾക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നിട്ടുണ്ട്. ട്രയാംഗിളിന്റെ 3 സൈഡ്സ് 9 12 15 തന്നിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ട്രയാംഗിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഇൻ റേഡിയസ് ഓഫ് ദി ട്രയാംഗിൾ. ഈ ട്രയാംഗിളിന്റെ ഇൻ റേഡിയസ് കണ്ടുപിടിക്കുക. ഓക്കെ, ട്രയാംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യനില് എ പാർട്ട് എന്താണ്, ഏരിയ കണ്ടുപിടിക്കാനാണ്. ഏരിയ, റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. എന്താണ് ഏരിയ ഈക്വൽസ് ഹാഫ് എന്താണ് ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു ഇവിടുത്തെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആയിരിക്കാണ് 9 12 15 ആണല്ലേ പറഞ്ഞത്. അതിൽ 9ഉം 12 ആണ് എന്ത് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിരിക്കുന്നത്. 90 ഡിഗ്രിയുടെ രണ്ട് സൈഡ്സ് എന്ന് പറയുന്നതായിരിക്കാണ് 9 into 12 ആണ്. സോ 12ഉം 2 എനിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും 6 കിട്ടും. സോ 9 into 6 എത്രയാണ് 54 സെന്റിമീറ്റർ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സെന്റിമീറ്റർ എന്ന്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ് 54 സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ. അതാണ് അതിന്റെ ഏരിയ വരുന്നത്. ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ, റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്താണ് R ഈക്വൽസ് A/S അല്ലെ. അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചു ഓർക്കണല്ലേ. ഇനി എന്തായിരുന്നു എ, എന്താണ് എസ്? എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 54. ഇനി എസ് എന്തായിരുന്നു? എസ് എന്താണ്, സെമി പെരിമീറ്റർ ആണ്. സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ മതി എസ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എസ് ഈക്വൽ ടു എന്താണ് സെമി പെരിമീറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യാ 9 + 12 + 15 അത് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാ നേരെ പകുതിയാക്കുക. ഓക്കെ, അപ്പൊ എന്ത് വരും 9 + 12 21 21 31 36 വരും അല്ലെ. 36 divided by 2 that equals 18. അപ്പൊ 18 സെന്റിമീറ്റർ ആണ് എന്ത് അതിന്റെ സെമി പെരിമീറ്റർ. ദെൻ റേഡിയസ് ഈക്വൽ ടു A/S ആണ്. ഏരിയ നമുക്ക് ഓൾറെഡി 54 എന്ന് കിട്ടി. എസ് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 18 ആണ്. അപ്പൊ 54 ഡിവൈഡ് ബൈ 18ന്റെ എന്താണ് തേർഡ് മൾട്ടിപ്പിൾ ആണ് 54 വരുന്നത്. അപ്പൊ എന്താ വരും 54 ഡിവൈഡ് ബൈ 18 എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. അപ്പൊ റേഡിയസ് നമുക്ക് കിട്ടി എത്രയാണ് 3 സെന്റിമീറ്റർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു. അപ്പൊ ഞാനൊരു കാര്യം കൂടി പറയാണ്, നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഒരു അലൈൻമെന്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്സിൽ വളരെ പ്രധാനമാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കി, ഞാൻ ഇവിടെ ഒരു 3 ഈക്വൽ സൈൻ ഉണ്ട് അല്ലെ. ഈ 3 ഈക്വൽ സൈനും ഏകദേശം ഒരു ലൈനിലല്ലേ വന്ന് നേരെ നേരെ താഴെ നോക്കിയേ. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഏകദേശം ഒരു അലൈൻമെന്റിൽ വൃത്തിക്ക് വേണം ആൻസർ ചെയ്യാൻ. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് എല്ലാം ഇതുപോലെ ഒരു സൈഡിൽ എന്ത് ചെയ്യാം, നിങ്ങൾ വർക്കിംഗ് കോളം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വരയ്ക്കാം. വർക്കിംഗ് കോളത്തിൽ എന്ത് ചെയ്യാം, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്തെങ്കിലും വേണ്ടി വന്നാൽ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ചെയ്യുന്നതിന്റെ ഇടയിലിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ആൻസർ ചെയ്ത്. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ വർക്കിംഗ് കോളത്തിൽ ചെയ്യുന്നത് ഇഷ്ടമല്ല, എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ പേപ്പർ മേടിക്കുക. എക്സ്ട്രാ പേപ്പർ മേടിച്ചിട്ട് കാൽക്കുലേഷൻ പാർട്ട് മൊത്തം അതിൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫൈനൽ നിങ്ങൾ കൊടുക്കുമ്പോൾ അതുകൂടി ചേർത്ത് കെട്ടിയിട്ട് വേണം കൊടുക്കാൻ. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ എക്സ്ട്രാ ഷീറ്റിൽ കംപ്ലീറ്റ് കാൽക്കുലേഷൻസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ടീച്ചറിന് കൊടുക്കുമ്പോൾ അത് മടക്കി കൊണ്ടുവരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, അത് അതിന്റെ കൂടെ അവർക്ക് ആൻസർ പേപ്പറിൽ ടൈ ചെയ്ത് കൊടുത്തു വിടണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സൈഡ് വർക്കിംഗ് കോളമായിട്ട് എടുക്കുക, അവിടെ മാത്രം എന്ത് ചെയ്യുക കാൽക്കുലേഷൻസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇതുപോലെ ഒരു അലൈൻമെന്റ് കീപ്പ് ചെയ്ത് വൃത്തിക്ക് എഴുതാനുള്ളതാണ്. വെറുതെ ഇനി നിങ്ങൾ തെറ്റിപ്പോയി വെട്ടാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, ഒരു സിംഗിൾ വെട്ട് ഇങ്ങനെ വെട്ടാനേ പാടുള്ളൂ. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ വെട്ടി വെക്കരുത്. അതെന്താണ്, അതൊട്ടൊരു എന്താണ് ടീച്ചർമാർ നമ്മൾ വൃത്തി, നമ്മളൊരു ഇംപ്രഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ടീച്ചേഴ്സിന് പറയുമ്പോൾ നമ്മുടെ ആൻസർ പേപ്പേഴ്സ് ഫൈനൽ എക്സാമിന് നോക്കുന്നവരാണ് വേറെ ഏതൊക്കെയോ ടീച്ചേഴ്സാണ്. അവർക്ക് പേര് പോലും അറിയില്ല, നമ്മളെ പേര് പോലും എന്തില്ല അവർക്കറിയില്ല. ഇത് ആരാണ്, ഏത് സ്കൂളാണ്, ഏത് ജില്ലയാണ്, ഒന്നും അവർക്കറിയില്ല. അവർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അവർ ആൻസർ ചെയ്യുന്നു. അപ്പൊ ആ ആൻസർ പേപ്പർ നല്ല വൃത്തിക്ക് നല്ലൊരു അലൈൻമെന്റിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ
അവർക്ക് നമ്മളെ പറ്റി ഒരു ഇംപ്രഷൻ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ നിങ്ങളിവിടെ സെന്റിമീറ്റർ സ്ക്വയർ ഇടാൻ മറന്നുപോയി, ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ടീച്ചർമാർ എന്ത് ചെയ്യും, ആ വൃത്തി അത്യാവശ്യം നന്നായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അത് മറന്നുപോയായിരിക്കുന്ന ശേഷം എന്ത് ചെയ്യും, മാർക്ക് ഇടും. നേരെ മറിച്ച് നിങ്ങൾ ഒരു വൃത്തിയിലാണ് നിങ്ങൾ തോന്നിയ രീതിക്കാണ് ഇത് എഴുതി വെക്കുന്നതെങ്കിൽ ഇവർക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇംപ്രഷൻ പോയി, നിങ്ങളെ പറ്റി ഒരു നല്ല ഇംപ്രഷൻ ഇല്ല. അപ്പൊ അവർ ആൻസർ ചെയ്യുമ്പോൾ അവരുടെ സൈക്കോളജി അങ്ങനെ വർക്ക് ചെയ്യും. എന്താണ്, ഇതിപ്പോ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അവരെന്താണ് സൂക്ഷ്മമായി നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അങ്ങനെ ആൻസർ ഇടാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അവരിപ്പോ നിങ്ങൾ 54 എഴുതിയേക്കുന്നതിന്റെ ആ 4ഉം 5ഉം ഒന്നും ക്ലിയർ അല്ല, അല്ലെങ്കിൽ എന്താണ് 72 എഴുതിയേക്കുന്നത് 7ഉം 2ഉം ക്ലിയർ അല്ല. ഇപ്പൊ 72 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം 12 എന്ന് വായിക്കാം അല്ലെ, ഇതിന് 12 എന്ന് ചിലപ്പോൾ വായിക്കാം. 72 ആണെങ്കിൽ ഇങ്ങനെ 7 നീളമാണ് ലെങ്ത്തിന്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ എന്താണ്, നമ്മൾ കൃത്യമായിട്ട് വൃത്തിക്ക് എഴുതാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇംപ്രഷൻ കിട്ടും, മാർക്സും അതിനൊപ്പം നന്നായിട്ട് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. തെറ്റെഴുതി വെച്ചാൽ മാർക്ക് തരുന്നു അല്ലാട്ടോ ഞാൻ പറഞ്ഞേ, നല്ല വൃത്തിക്ക് തെറ്റെഴുതി വെച്ചാൽ ആരും മാർക്ക് തരില്ല, വൃത്തിക്ക് ശരിയായിട്ട് എഴുതിയാലാണ് നല്ല മാർക്ക് തരുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു വൃത്തിയും അലൈൻമെന്റും കൂടി പരമാവധി നല്ല അലൈൻമെന്റിലൊക്കെ എന്ത് ചെയ്യാം, മാത്സ് ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ 3 മാർക്കിന്റെ സെറ്റ് കഴിഞ്ഞ് വരുന്നത് 4 മാർക്കിന്റെ സെറ്റ് ആണ്. അപ്പൊ ഇവിടെ ലെങ്ത് കുറച്ചുകൂടി വലുതാവും, ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിന്റെ ലെങ്ത് കുറച്ചുകൂടി വലുതാവും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഏതാണ് വന്നിരിക്കുന്നത് നോക്കിയേ, പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം എന്താണ് 8 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യാം, ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, 3 ക്വസ്റ്റ്യനകത്ത് ഒഴിവാക്കാൻ നമ്മൾ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. അപ്പൊ അതിലെന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യം ഒന്ന് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11, പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. ഇതാണ് നിങ്ങളുടെ എന്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പോളിനോമിയൽ. നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, പി ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ എ പാർട്ട് എന്താണ്, പി ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 സ്ക്വയർ മൈനസ് 4 into 1 plus 4. That will be 1 minus 4 plus 4. അപ്പൊ മൈനസ് 4ഉം പ്ലസ് 4ഉം ക്യാൻസൽ ആയി പോകുമ്പോൾ ബാക്കി എന്ത് വരും, 1 എന്ന് വരും. അപ്പൊ പി ഓഫ് 1 എന്താണ്, 1 ആണ്. ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 എത്രയാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യുക, പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ആണ്. ദെൻ പി ഓഫ് 1 1 ആണ്, അത് എന്ത് ചെയ്യുക, ജസ്റ്റ് 1 മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് വരും, that will be x square minus 4x plus 4 minus 1 എന്താവും, 3 ആവും. ഓക്കെ, അപ്പൊ നമ്മളുടെ പുതിയ പോളിനോമിയൽ ഇതാണ്. ദെൻ സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, സി പാർട്ട് ക്വസ്റ്റ്യൻ ഈ തന്നിരിക്കുന്ന പോളിനോമിയൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് എഴുതാം അല്ലെ. അതായത് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3, ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി, ഈ ഒരു ഫോമിൽ എഴുതണം. ഇതാണ് ചോദ്യം. 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, എന്താണ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിന്റെ പവർ 1 ആണ് വരാമുള്ളൂ. അപ്പൊ അതുപോലത്തെ 2 പോളിനോമിയൽസിനെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാന്നുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബി സ്ക്വയർ മൈനസ് 4ac ആ ഒരു ഇക്വേഷൻ ഇട്ട് എഴുതാം അല്ലെ. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ആ ഇക്വേഷൻ ഇട്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 വാല്യൂസ് കിട്ടും. ആ 2 വാല്യൂസ് എയുടെയും ബിയുടെയും സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ ചെയ്യാം. ഇതില് എ പ്ലസ് ബി എന്തായിരിക്കും, എ പ്ലസ് ബി എന്ന് പറയുന്നത് ഈ 4 ആയിരിക്കും. ഓക്കെ, എ പ്ലസ് ബി എന്ന് പറയുന്നത് 4 ആയിരിക്കും. അതായത് ഈ എക്സിന്റെ കൂടെ ഉള്ള ആളാരാണോ അയാളായിരിക്കും ഇവിടെ എ പ്ലസ് ബി ആയിട്ട് വരാം. ഇനി എ ബി ആരായിരിക്കും, എ ബി ആരായിരിക്കും, എ ബി വരുന്നത് ഇവിടെ നമ്പർ ജസ്റ്റ് ഒരു നമ്പർ മാത്രമായിട്ട് ഒന്നുണ്ടാവും, അതായിരിക്കും എ ബി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2 നമ്പർ ഉണ്ട്, ആ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം, 3 കിട്ടണം. ഇനി ആഡ് ചെയ്താൽ എന്ത് കിട്ടണം, 4 കിട്ടണം അല്ലെ. അപ്പൊ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഏത് നമ്പറുള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം, 4 കിട്ടണം. അങ്ങനെ ആകെ ഒരു സെറ്റ് ഉള്ളൂ, ഏതാണ്, എ ഈക്വൽ ടു 3 ആവണം, ബി ഈക്വൽ ടു 1 ആവണം. തിരിച്ചാലും കുഴപ്പമില്ല, എ ഈക്വൽ ടു 1ഉം ബി ഈക്വൽ ടു 3 അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ആകെ ഒരു സെറ്റ് ഉള്ളത് എന്താണ്, 3ഉം 1ഉം. കാരണം 3 into 1 ചെയ്താലേ നമുക്ക് 3 കിട്ടുള്ളൂ. 3 plus 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എയുടെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 ഈക്വൽസ്, ഈ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, 3 കൊടുക്കാം. ബിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, 1 കൊടുക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞില്ലേ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയും ആൻസർ ചെയ്യാം. നമുക്ക് കംപ്ലീറ്റ് ആ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac
ആ ഒരു ഇക്വേഷനിലേക്ക് പോകണമെന്നില്ല. എന്ത് ചെയ്യുക, എക്സിന്റെ കൂടെ ഉള്ള ആളാരായിരിക്കും. അപ്പൊ നിങ്ങൾ സൈൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യണ്ട, നിങ്ങൾക്കൂടെ നെഗറ്റീവ് എടുക്കണ്ട. 3യുടെ കേസിൽ പോസിറ്റീവ് ആണെങ്കിൽ നേരെ പോസിറ്റീവ്. ഇനി നേരെ തിരിച്ചെന്താണ്, ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിലോ, ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ -4 വന്നേനെ. ഇനി ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ -3 വന്നേനെ. ആ ഒരു സൈനിന്റെ കേസ് മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ അല്ലേ ഇത്. പോളിനോമിയലിന്റെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി, ഇത്ര എഴുതിയപ്പോൾ എന്ത് കിട്ടി, 4 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താണ്, എ കോൺ ഈസ് മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 20 സെന്റിമീറ്റർ. അപ്പൊ ഒരു കോൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു കോൺ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഒരു സെമി സർക്കിൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു കോൺ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കണം, റേഡിയസ് കണ്ടുപിടിക്കണം, കേർവ്ഡ് സർഫസ് ഏരിയയും കണ്ടുപിടിക്കണം. 3 കാര്യം കണ്ടുപിടിക്കണം. ആകെ ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്, ഒരു സെമി സർക്കിൾ ഉണ്ട്, അതിന്റെ റേഡിയസ് എത്രയാണ്, 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്താണ്, ക്യാപിറ്റൽ R ഈക്വൽസ് 20 സെന്റിമീറ്റർ എന്നാണ് നമ്മൾ എഴുതുക. കാരണം ഒരു പേപ്പറിന്റെ ഷീറ്റ് നമ്മൾ റോൾ ചെയ്യുന്ന കേസ് പറഞ്ഞാണെന്ത്, അത് ക്യാപിറ്റൽ R ആണ്, സ്മോൾ r അല്ല. ക്യാപിറ്റൽ R, ക്യാപിറ്റൽ റേഡിയസ് R ആയിട്ടാണ് നമ്മൾ ആ റേഡിയസ് എടുക്കുക. അപ്പൊ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, സ്ലാൻഡ് ഹൈറ്റ്. എന്തായിരുന്നു സ്ലാൻഡ് ഹൈറ്റ്? സ്ലാൻഡ് ഹൈറ്റിന് ഉള്ള ലെറ്റർ എന്താണ്, L ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, സ്ലാൻഡ് ഹൈറ്റും ആ മടക്കുന്ന പേപ്പറിന്റെ റേഡിയസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ സ്ലാൻഡ് ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ R, അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, റേഡിയസ് ഓഫ് ദി കോൺ. നിങ്ങൾ ഉണ്ടാക്കി അത് മടക്കിയിട്ട് ഒരു കോൺ ഉണ്ടാക്കുകയാണ്. ആ കോണിന്റെ റേഡിയസ് അതായതാണ് സ്മോൾ r ആണ്. ആ സ്മോൾ r കിട്ടുന്നത് എങ്ങനെയാണ്, എന്താണ്, x/360 ഇൻറ്റു ക്യാപിറ്റൽ R എന്നുള്ളതാണ് എന്ത്, സ്മോൾ r, അല്ലെങ്കിൽ L എന്നുള്ളതാണ് എന്ത്, അതിന്റെ ഇക്വേഷൻ. ഇനി x എന്താണ്, സെൻട്രൽ ആംഗിൾ ആണ്. ഇവിടെ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ടോ? സെൻട്രൽ ആംഗിൾ അല്ല തന്നിരിക്കുന്നത്. സെൻട്രൽ ആംഗിൾ മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ അവിടെ തന്നിട്ടുണ്ട് അല്ലെ. സെൻട്രൽ ആംഗിൾ നേരിട്ട് തന്നിട്ടില്ല, പക്ഷെ സെൻട്രൽ ആംഗിൾ കിട്ടാനുള്ള ഒരു ഹിന്റ് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്, സെമി സർക്കിൾ എന്ന് പറയുന്നുണ്ട് അല്ലെ. സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്, 180 ആണ്. 180 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 20. അപ്പൊ 180 ഡിവൈഡ് ബൈ 360 എന്ന് പറഞ്ഞാൽ എത്രയാണ്, എന്നാലോചിച്ച് നോക്കിയേ. ഇതിന്റെ നേരെ ഇരട്ടിയല്ലേ. അപ്പൊ 1/2 ഇൻറ്റു 20. 1/2 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 സെന്റിമീറ്റർ ആണ് എന്ത്, റേഡിയസ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. 10 സെന്റിമീറ്റർ ആണ് റേഡിയസ് വരിക. ദെൻ സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, കേർവ്ഡ് സർഫസ് ഏരിയ. കേർവ്ഡ് സർഫസ് ഏരിയ ഇക്വേഷൻ ഓർക്കല്ലേ. അപ്പൊ എന്താണ്, സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലല്ല, ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് പഠിച്ചിരിക്കണം, ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. ഓരോ കോണിന്റെ ആയാലും അതിന്റെ ഏരിയകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള ഇക്വേഷൻ ഒക്കെ കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവണം. എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞു നോക്കിയേ, πr/L എന്നുള്ളതാണ് എന്ത്, കേർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. നമുക്കെല്ലാം അറിയാം അല്ലെ. പൈ എന്താ, പൈയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു എന്താണ്, ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് പൈയുടെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണ്ട, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, അൺലെസ് സ്പെസിഫൈഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ അങ്ങനെ സ്പെസിഫിക്കേഷൻ ചോദിച്ചിട്ട് തന്നെയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട, പൈയുടെ വാല്യൂ ഇടണ്ട, പൈന് എന്ത് ചെയ്താൽ മതി, പൈ ആയിട്ട് തന്നെ ഇട്ടാൽ മതി അല്ലെ. പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ്, 10 ആണ്. ഇനി സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്, 20 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, 10 × 20 200 പൈ സെന്റിമീറ്റർ സ്ക്വയർ. കാരണം എന്താണ്, ഏരിയ ആണല്ലോ, ഏരിയ സെന്റിമീറ്റർ സ്ക്വയറിലാണ് ഉത്തരം വരേണ്ടത്. ഓക്കെ, അപ്പൊ കേർവ്ഡ് സർഫസ് ഏരിയയും കിട്ടി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി, ഇത്രയും കാര്യം എഴുതിയപ്പോ എന്ത് കിട്ടി, 4 മാർക്ക് കിട്ടി അല്ലെ. അപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഓരോന്ന് വേണ്ടി കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. അപ്പൊ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് എ പോയിന്റ് 6.5 സെന്റിമീറ്റർ away from the center. Draw the tangent to the circle from this point. Measure and write the length of the tangent. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി, ആദ്യം ഒരു 2.5 റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു, 2.5 റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു അല്ലെ. ഇതിന്റെ റേഡിയസ് എത്രയാണ്, 2.5 ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് എ പോയിന്റ് 6.5 സെന്റിമീറ്റർ away from the center. അപ്പൊ ഈ സെന്ററിൽ നിന്ന് എന്ത് ചെയ്യണം, 6.5. അപ്പൊ ഇവിടെ നിന്ന് 6.5 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിരിക്കും വരാം. അപ്പൊ മൊത്തം എത്രയാണ്, ഇവിടെ വരെ എത്തുമ്പോഴേക്കും മൊത്തം 6.5. ഈ ലെങ്ത് മൊത്തം എത്രയാണ്, 6.5 ആണ്. അപ്പൊ 6.5 നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ സർക്കിളിലേക്ക് 2 ടാൻജന്റ് വരയ്ക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ വരയ്ക്കും,
നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കണം. എങ്ങനെയാ സർക്കിൾ വരയ്ക്കണേ? ഇത് സെന്റർ ഏതാന്ന് നോക്കിയിട്ട് സർക്കിൾ വരയ്ക്കണം അല്ലെ. ഇത് സെന്റർ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ 6.5 വരാം. അപ്പൊ ഇങ്ങനെ സർക്കിൾ വരച്ചാൽ ഇതാണ് നിങ്ങളുടെ പുതിയ പോയിന്റ് പി. ഇവിടെയാണ് 6.5 വരുന്നത്. ഇനി ടാൻജന്റ് വരയ്ക്കാലോ. എങ്ങനെയാണ്? നേരെ ഈ പോയിന്റ് ഇങ്ങനെ വരച്ചാൽ എന്തായി? ഫസ്റ്റ് ടാൻജന്റ് ആയി. ദെൻ ഇവിടുന്ന് ഇങ്ങനെ വരച്ചാൽ സെക്കൻഡ് ടാൻജന്റ് ആയി. അപ്പൊ 2 ടാൻജന്റ് നിങ്ങൾക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ടാൻജന്റ് വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ സെന്റർ അല്ല, ടാൻജന്റിന്റെ ലെങ്ത് ആണ് അടുത്ത ചോദ്യം. ലെങ്ത് നിങ്ങളോട് മെഷർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണം? മെഷർ ചെയ്യണത് എങ്ങനെയാണ്? സ്കെയിൽ എടുക്കുക, ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. മെഷർ ചെയ്തിട്ട് അതിന്റെ ലെങ്ത് എത്രയാണെന്ന് എഴുതുക. ഓക്കെ, അപ്പൊ എന്റെ ഏകദേശം ലെങ്ത് വരുന്നത് 6 സെന്റിമീറ്റർ ആയിരിക്കും. ഏകദേശം ഒരു ലെങ്ത്, ഒരു ചെറിയ ഡെസിമൽ വ്യത്യാസം 5.9 6.1 എന്നൊക്കെ ചിലർക്ക് വരാം. അങ്ങനെ ഒരു ഡെസിമൽ വ്യത്യാസം നിങ്ങൾ പ്രശ്നമാക്കണ്ട. ഏകദേശം ലെങ്ത് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. ഓക്കെ, സോ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വീണ്ടും 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? 4 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14th question. Sum of first 7 terms of an arithmetic sequence is 140. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യം ആദ്യം എഴുതുക. എന്താണ്? സം ആണ് അല്ലെ. സം ആണ്. S7 ആണ് എത്ര? 140. Then പിന്നെ എന്താ തന്നേക്കണത്? സം ഓഫ് ഫസ്റ്റ് 11 terms is 440. ഓക്കെ, അപ്പൊ സം 11 S11 എത്രയാണ്? 440 ആണ്. Then what is the question? What is the fourth term? What is the sixth term? അപ്പൊ 2 കാര്യങ്ങൾ കാണിക്കാം. ആദ്യം ഫോർത്ത് ടേം കണ്ടുപിടിക്കണം, പിന്നെ സിക്സ്ത് ടേം കണ്ടുപിടിക്കണം, പിന്നെന്താണ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, പിന്നെന്താ കണ്ടുപിടിക്കണ്ടേ? ഫസ്റ്റ് ടേം. 4 കാര്യങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നടക്കും. വളരെ സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം. എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഫോർത്ത് ടേം, അതായത് x4 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ അരിത്തമെറ്റിക്സിന്റെ സമ്മ പഠിച്ചപ്പോ നമ്മളവിടെ കുറെ പ്രത്യേകതകൾ പഠിച്ചായിരുന്നു അല്ലെ. മിഡിൽ ടേം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഇപ്പൊ 7th ടേമിന്റെ സം, ആദ്യത്തെ 7 സം എന്ന് പറയുന്നതാണ് x1 x2 x3 x4 x5 x6 x7. ഇതിന്റെ എല്ലാത്തിന്റെ സം അല്ലേ. ഇതിന്റെ മിഡിൽ ടേം ആരാണ്? x4 ആണ്. മിഡിൽ ടേമിന്റെ സം കിട്ടാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എന്താണ്? ആ സമ്മിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആ എണ്ണം വെച്ചാണ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നേരെ മിഡിലുള്ള x4 കിട്ടും. എത്രയാണത്? 140 ഡിവൈഡ് ബൈ 7. അപ്പൊ 14 7 ക്യാൻസൽ ആയിട്ട് എന്ത് വരും? 2 വരും. ദാറ്റ് വിൽ ബി 20. നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ. ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? x6 ആറാമത്തെ ടൈം കണ്ടുപിടിക്കാനാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? S11 തന്നിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെ വരാൻ നോക്കി. S11 ആദ്യത്തെ 11 നിൽക്കുമ്പോൾ മിഡിൽ ടൈം ആരാണ്? ആറാമത്തെ ടൈം ആണ്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? 440 ഡിവൈഡഡ് ബൈ 11 ചെയ്യാം. ഓക്കെ, ഇവിടെ ഡിവിഷൻ സിമ്പിൾ അല്ലേ. 44 11 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 4 വരും. ദാറ്റ് വിൽ ബി 40. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഇനി എന്ത് വേണം? കോമൺ ഡിഫറൻസ് ഡി കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എനിക്ക് എന്ത് ചെയ്യാം? 40 മൈനസ് 20 ഡിവൈഡഡ് ബൈ അതിന്റെ ടേം ഡിഫറൻസ് എത്രയാണ്? 6 മൈനസ് 4. ഓക്കെ, 6th ടൈമും 4th ടൈമും അറിയാം. സോ 2 ടൈംസ് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ടൈം ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 40 മൈനസ് 20 എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി. ദെൻ ഇനി എനിക്ക് എന്താണ് വേണ്ടത്? ഫസ്റ്റ് ടൈം വേണം. ഫസ്റ്റ് ടൈം എഫ് അല്ലെങ്കിൽ എന്താണ്? x1. എഫ് എന്നിടാം അല്ലെങ്കിൽ x1 എന്നിടാം. എന്ത് ചെയ്താൽ മതി? ഫോർത്ത് ടൈം എനിക്കറിയാം. ഫോർത്ത് ടൈം എത്രയാണ്? 20 ആണ്. അതിൽ നിന്ന് എത്ര ഡി ഞാൻ മൈനസ് ചെയ്യണം? 3 പ്രാവശ്യം റിവേഴ്സൽ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടൈം കിട്ടും. അപ്പൊ ഞാൻ മൈനസ് 3 into 10 ചെയ്തു. ദാറ്റ് വിൽ ബി 20 മൈനസ് 30 ദാറ്റ് ഈക്വൽസ് മൈനസ് 10. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം എത്ര കിട്ടി? മൈനസ് 10 കിട്ടി. സോ ഓക്കെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞില്ല. ഒരു എല്ലാ പാർട്ടും എന്താണ്? സിംഗിൾ ലൈനിൽ എഴുതാനുള്ള ഉത്തരവേ ഉള്ളൂ. സിമ്പിൾ കാൽക്കുലേഷൻ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? 4 മാർക്ക് നമ്മുടെ കൈ കിട്ടി അല്ലേ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, 15 ക്വസ്റ്റ്യൻ നോക്കി. എ ബോക്സ് കണ്ടെയ്ൻസ് 4 slips numbered 1 2 3 4 and another contains 5 slips 1 2 3 4 5. ഏത് ക്വസ്റ്റ്യൻ ആണ്? അല്ലെ ഏത് ചാപ്റ്റർ ആണിത്? മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്. വളരെ സിമ്പിൾ അല്ലേ. സിമ്പിൾ ചാപ്റ്റർ അല്ലായിരുന്നു അത്. എന്ത് ചെയ്താൽ മതി? 2 ബോക്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
ആ ബോക്സുകളിൽ ഒരെണ്ണത്തിൽ 4 നമ്പേഴ്സ് 1 2 3 4, മറ്റേ എത്രയാണ് 5 നമ്പേഴ്സ് 1 2 3 4 5. 1 സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച്. ഓരോന്നും എന്താണ് സ്ലിപ്പ് എടുക്കാണ്. ഇൻ ഹൗ മെനി ഡിഫറെന്റ് വേസ് വി ക്യാൻ ചൂസ് എ സ്ലിപ്പ്. എത്ര ഡിഫറെന്റ് വേസിൽ ചൂസ് ചെയ്യാൻ പറ്റും? ഓർക്കുന്നുണ്ടോ? ടോട്ടൽ നമ്പർ ഇട്ട് എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ആയില്ലേ? ഒരെണ്ണത്തിൽ 4 എണ്ണം, മറ്റേ 5 എണ്ണം. 4 into 5 ചെയ്ത ഉത്തരം കിട്ടി. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് നമ്പർ ബീയിങ് ഓഡ്? പ്രോബിലിറ്റി കാണണമെങ്കിൽ ഓഡ് ആവാനുള്ള പോസിബിലിറ്റീസ് നോക്കുക. Then what is the probability of both number being same? Same ആവാനുള്ള പോസിബിലിറ്റീസ് നോക്കുക, ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15. എൻ്റെ കയ്യിൽ 2 ബോക്സ് ഉണ്ട്. 1 2 3 4. ഇതാണ് ബോക്സ് 1. ദെൻ ബോക്സ് 2 എന്താണ്? 1 2 3 4 5. ഇതാണ് എൻ്റെ ബോക്സ് 2. എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ പോസിബിലിറ്റീസ്. ടോട്ടൽ പോസിബിലിറ്റീസ് എത്രയാണ്? ടോട്ടൽ പോസിബിലിറ്റീസ് എന്ത് വരും? ടോട്ടൽ പോസിബിലിറ്റീസ് എന്ത് വരും? 4 into 5 equals 20. ഇതാണെന്ത്? ടോട്ടൽ പോസിബിലിറ്റീസ്. ഓക്കെ, ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഓഡ് നമ്പേഴ്സിന്റെ പ്രോബിലിറ്റി ആണ് പഠിക്കേണ്ടത്. B1 എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 2 ഓഡ് നമ്പേഴ്സ് ആണല്ലോ ഉള്ളൂ. ഏതൊക്കെയാ? 1 ഉം 3 ഉം. ദെൻ B2 വരുമ്പോ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 1 3 5. 3 ഓഡ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? സോ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഓഡ്. രണ്ടും ഓഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? രണ്ടിലെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ്? 2 into 3 6 ഡിവൈഡഡ് ബൈ എത്രയാണ്? ടോട്ടൽ പോസിബിലിറ്റീസ് ആയിട്ടുള്ള 20. ഇതാണ് എന്ത്? അതിന്റെ പ്രോബിലിറ്റി. 6/20 എന്നുള്ളതാണ് രണ്ടും ഓഡ് ആവാനുള്ള പ്രോബിലിറ്റി. ദെൻ സി പാർട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ടും സെയിം ആവാനുള്ള പ്രോബിലിറ്റി അല്ലെ? സെയിം ആവാനുള്ള പ്രോബിലിറ്റി. ഞാൻ രണ്ടിന്ന് എടുക്കുകയാണെങ്കിൽ സെയിം ആവാനുള്ള പ്രോബിലിറ്റി എത്ര ചാൻസസ് ഉണ്ട്? രണ്ടിനും സെയിം ആവണമെങ്കിൽ 1 ഇവിടെ ഉണ്ട്, 2 സൈഡിലുണ്ട്. B1 ലും B2 ലും 1 ഉണ്ട്. അതുപോലെ തന്നെ B2 ലുള്ളവരാണ് 2 രണ്ടിലും ഉണ്ട്. രണ്ടിലുള്ള പിന്നെ ആരാണ്? 3 ഉണ്ട്, 4 ഉണ്ട്. 5 എവിടെ മാത്രമേ ഉള്ളൂ? B2 ല് മാത്രമേ ഉള്ളൂ. B1 ൽ എന്തില്ല? 5 ഇല്ല. അപ്പൊ 4 പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് സെയിം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 6/20 വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യാം? 3/10 എന്ന് എഴുതാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 6/20 എന്നുള്ളതിനെ സിംപ്ലിഫൈ ചെയ്ത് 3/10 എന്ന് എഴുതാം. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, എന്ത് വരും? 4 എത്ര ചാൻസ് ഉണ്ട്? സെയിം ആവണമെങ്കിൽ എന്താണ്? 4 ചാൻസ് ഉള്ളൂ. ഒന്നെങ്കിൽ 2 1 വരാം, അല്ലെങ്കിൽ 2 2 വരാം, അല്ലെങ്കിൽ 3 വരാം, അല്ലെങ്കിൽ 4 വരാം. 5 ഒരെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ. എന്താണ്? അപ്പൊ 4 ചാൻസ് ഉള്ളൂ. 4 ഡിവൈഡ് ബൈ ടോട്ടൽ പോസിബിലിറ്റീസ് ആയ 20. അപ്പൊ എന്ത് ചെയ്യാം? 4 ഡിവൈഡ് ബൈ 20 എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് എഴുതാം. 4ഉം 20ഉം ഡിവൈഡ് ആയിട്ട് എന്ത് വരും? 1/5 എന്ന് വരും. ഓക്കെ, സോ നമ്മുടെ പ്രോബിലിറ്റി എത്രയാണ്? 1/5 ആണ്. ഓക്കെ, സോ 15ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അഗൈൻ നമ്മുടെ 4 മാർക്കുകൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ കയ്യിൽ കിട്ടി. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അപ്പൊ ഇതുപോലെ സ്പീഡിൽ വേണം നമ്മൾ ചെയ്ത് പോവാൻ. In a right angle triangle, one of the perpendicular side is 2 cm more than that of the other. Then ഈ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും? നമ്മുടെ പോളിനോമിയൽ ആംഗിൾ സെക്കൻഡ് ഡിഗ്രി എന്നുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും അല്ലെ? കാരണം എന്താണ്? ഒരു സൈഡ് നമുക്ക് തന്നിട്ടില്ല, ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് 24 cm. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. എന്താണ്? ഏരിയ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ചെയ്ത് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. നിങ്ങൾക്ക് എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 2 പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട്. എന്താണ്? എത്രയും തന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? 1 സൈഡ് ഞാൻ എന്തായിട്ട് എടുത്തു? ലെറ്റ് 1 സൈഡ് ബി എക്സ്. ഒരു സൈഡ് ഞാൻ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതർ സൈഡ് എന്ത് വരും? അതർ സൈഡ് വിൽ ബി, ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? 2 cm മോർ ദാൻ ദാറ്റ് ഓഫ് ദി അതർ എന്ന് പറഞ്ഞ അല്ലെ? നമ്മൾ ഒരു സൈഡ് എക്സ് ആയിട്ട് എടുത്താൽ മറ്റേ എന്ത് വരും? എക്സ് പ്ലസ് 2 എന്നായിരിക്കും വരാം. ഇനി നിങ്ങൾക്ക് എന്താണ്? ഏരിയ തന്നിട്ടുണ്ട് അല്ലെ? ഏരിയ തന്നിട്ടുണ്ട്. എന്താണ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. ഏരിയ എത്രയാണ്? 24 എന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലെ? ഓക്കെ, നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പൊ ഈ ഹാഫ് അപ്പുറത്തേക്ക് പോകും. ബാക്കിയുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ത് വരും? എക്സ് സ്ക്വയർ വരും. എക്സ് ഇൻറ്റു 2 2x വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 24.
4 into 2. 24 into 2 that equals 48. Okay. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന് സോൾവ് ചെയ്തെടുത്താൽ മതി അല്ലേ? സോൾവ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ ഇല്ലാതെയുള്ള ഈ ഒരു എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കാറാണ് 2 ആണല്ലേ? അതിന്റെ പകുതിയുടെ സ്ക്വയർ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് 2x. അപ്പൊ 2ന്റെ പകുതി എന്ന് പറയുന്നത് ആരാണ്? 1 ആണ്. അപ്പൊ 1 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുക. 48ന്റെ കൂടെയും എന്ത് ചെയ്യുക? 1 സ്ക്വയർ ആഡ് ചെയ്യുക. 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1 തന്നെയാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമുലായി. ദാറ്റ് വിൽ ബി എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, നമ്മള് 8ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. അപ്പൊ ആ ഒരു കോമൺ ആയിട്ടുള്ള എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് ഈ സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലാണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ്. ദിസ് വിൽ ബി ഈക്വൽ ടു 49. സോ ഈ സ്ക്വയർ പോകാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? റൈറ്റ് സൈഡിൽ റൂട്ട് എടുത്താൽ മതി. സോ എക്സ് പ്ലസ് 1 വിൽ ബി ഈക്വൽ ടു റൂട്ട് 49. ദാറ്റ് വിൽ ബി 7. ഓക്കെ, then what will be x? X will be equal to ഈ പ്ലസ് 1 എന്നുള്ള റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? -1 ആവും. ദാറ്റ് വിൽ ബി 7 minus 1 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ ആണ് എന്ത് വരിക? ഒരു സൈഡ് വരിക. ഒരു സൈഡ് 6 ആണെങ്കിൽ അതർ സൈഡ് എന്ത് വരും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫൈനൽ ആൻസർ എഴുതണ്ടേ? ഇത്ര എഴുതി നിർത്തരുത്. അപ്പൊ എന്താണ്? വൺ സൈഡ് എന്താണ്? ഈക്വൽസ് 6 സെന്റിമീറ്റർ. അതർ സൈഡ് ഈക്വൽസ് എത്രയാണ്? 6 പ്ലസ് 2 ദാറ്റ് ഈക്വൽസ് 8 സെന്റിമീറ്റർ. ഓക്കെ, സോ ഇങ്ങനെ എഴുതുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തുക. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? നോക്കിയേ, ഇത്ര എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണല്ലേ? ഓക്കെ, 6ഉം 8ഉം ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ.